What's happening people, this is Kochi Machan and welcome back to another vlog. ഞാനിപ്പോൾ ഇന്ന് വന്നേക്കണം നമ്മുടെ KTM ആലുവയുള്ള ഷോറൂമിലേക്കാണ്. വണ്ടി ഏതാണെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അഡ്വഞ്ചർ 390 ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അവൈലബിൾ ആക്കിയിട്ട് എല്ലാവർക്കും ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് അഡ്വഞ്ചർ 390 ഓടിയാൻ വേണം വണ്ടി പോയിട്ടുണ്ട്. വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ അഡ്വഞ്ചർ 390. ഞാൻ ഒരു രക്ഷയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ച് ഞാൻ ഓഫ് റോഡ് അടിച്ചു, കുറച്ച് ഹൈവേ ഓടിച്ചു. എൻ്റെ മോനെ, ഇത് ഒരു വണ്ടിയാട്ടോ, ഒരു സംഭവം തന്നെയാണ് KTM 390 അഡ്വഞ്ചർ. അപ്പോൾ ഇതിൻ്റെ വാക്ക് അറൗണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ വാക്ക് അറൗണ്ട് വീഡിയോ ഇപ്പോൾ മേളിൽ വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാക്ക് അറൗണ്ട് വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം 390 ഏകദേശം അതേ ടൈപ്പ് ഹെഡ് ലാമ്പാണ്. നമുക്ക് അപ്പ് സൈഡ് ഡൗൺ 170mm ട്രാവലുള്ള സസ്പെൻഷൻ ഉണ്ട്. ഡുവൽ ചാനൽ ABS ആണ്. അത് കൂടാണ്ട് ബാക്കിൽ നമുക്ക് സ്വിച്ചബിൾ ആണ്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. അത് കൂടാണ്ട് ക്വിക്ക് ഷിഫ്റ്റർ ഓപ്ഷനും അഡ്വഞ്ചർ 390 അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എഞ്ചിൻ സൈഡിലേക്ക് നോക്കാൻ പോയാൽ 373cc എഞ്ചിനാണ്, സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. സെയിം 390 എഞ്ചിൻ തന്നെയാണ്. പവർ എന്ന് പറയുമ്പോൾ 43.5 PS at 9000 RPM, 37 Nm ടോർക്ക് at 7000 RPM. അവിടെ ഞാൻ കുറച്ച് ഡിസപ്പോയിൻ്റ് ആണ്, ഒരു തുള്ളി. ശരിക്കും നമ്മളൊരു അഡ്വഞ്ചറിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ലോ ആൻഡ് ടോർക്ക് കൂടുതൽ വേണം എന്നാണ്. പക്ഷേ ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക് വളരെ കുറവാണ്. ബാക്കി പവറും കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം ഹയർ RPM ആയതുകൊണ്ട് എപ്പോഴും കുറച്ച് RPM കയറ്റി പിടിക്കണം നമ്മുടെ വണ്ടി ഒന്ന് പവർ കിട്ടാൻ. പിന്നെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇതാണ് ചെറിയൊരു എക്സോസ്റ്റാണ്, നല്ലൊരു എക്സോസ്റ്റാണ്. ഞാൻ എക്സോസ്റ്റ് സൗണ്ട് നിങ്ങൾക്ക് അവസാനം കേൾപ്പിച്ചു തരാം. ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക്. ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ചെറിയൊരു ടെയിൽ ലാമ്പ്, LED ഇൻഡിക്കേറ്റേഴ്സും കാര്യം കൊടുത്തിട്ടുണ്ട്. സാരി കാർഡ് ഉണ്ട് ഇവിടെ, അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു സാരി കാർഡാണ്. നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഊരിക്കളയാതെ. ഇതാണ് നമ്മുടെ 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആൻഡ് അസിസ്റ്റ്. അത് കൂടാണ്ട് ക്വിക്ക് ഷിഫ്റ്റർ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സസ്പെൻഷൻ നോക്കാൻ പോയാൽ മോണോഷോക്ക് സസ്പെൻഷൻ 177mm ട്രാവലുള്ള സസ്പെൻഷനാണ്. അതും അത്യാവശ്യം നല്ലൊരു ട്രാവലാണ്. സസ്പെൻഷൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു സസ്പെൻഷൻ ട്രാവലുണ്ട്. എക്സോസ്റ്റ് നിങ്ങൾക്ക് കാണാം, താഴെ കൂടെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയിക്കണം. പണ്ട് ഈ സൈഡിൽ കൂടെ 390 വന്നുകൊണ്ടിരുന്നത്. ഇതിനിങ്ങനെയാണ്. നമുക്ക് കാണാം 2 റേഡിയേറ്റർ ഫാനും കാര്യങ്ങളുണ്ട്. ഒരു ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ക്രാഷ് ഗാർഡാണ്. ഇവിടെ ഹാൻഡ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. ലിവർക്ക് അഡ്ജസ്റ്റബിൾ ആട്ടോ. അപ്പോൾ ഇതായിരുന്നു വണ്ടിയുടെ ഓവറോൾ ലുക്ക്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 200mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്, അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇവിടെ ഒരു അലുമിനിയത്തിൻ്റെ പ്ലേറ്റ് ഉണ്ട്. അവിടെ കാറ്റ് കൺവേർട്ടർ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ മാത്രം ഒരു അലുമിനിയത്തിൻ്റെ പ്ലേറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടയേഴ്സ് നോക്കാൻ പോയാൽ ഫ്രണ്ടിലും ബാക്കിലും മെറ്റ്സെലറിൻ്റെ ഡുവൽ പർപ്പസ് ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല റോഡ് ഗ്രിപ്പും ഉണ്ട്. ഓഫ് റോഡ് അത്ര അടിപൊളി ഓഫ് റോഡിലൊന്നും ഞാൻ പോയില്ല, പക്ഷേ പോയ ഓഫ് റോഡിലൊക്കെ അത്യാവശ്യം കുറച്ച് പൊടിയും മണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കാനും പറ്റുന്ന ഈ വണ്ടി. ഇനി ഞാൻ വണ്ടിമേ കയറി ഇന്ന് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ വണ്ടിമേ നമ്മൾ അഡ്വഞ്ചർ ബൈക്കിൽ കയറണമല്ലോ അല്ലേ. വണ്ടിമേ കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഫീൽ ചെയ്യാൻ പോകുന്ന വണ്ടിയുടെ വെയിറ്റ് ആണ് 162 kg ആണ് വണ്ടിയുടെ വെയിറ്റ്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 855mm ആണ്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. അപ്പോൾ ഞാൻ കാല് എത്തിച്ചാണ് നിൽക്കണേ. നല്ലോണം കയറി കറക്റ്റ് ഒരു സെൻറ്റർ പൊസിഷനിൽ ഇരുന്നാൽ അത്യാവശ്യം നമുക്ക് വണ്ടി കൊണ്ടു നടക്കാം. പക്ഷെ തള്ളാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ ഇതിനധികം വെയിറ്റ് നമ്മൾ ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഈ വണ്ടി കൊണ്ടു നടക്കാം. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 14.5 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി. മൈലേജ് ഏകദേശം 25-30 ആ റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് കൂടാണ്ട് ഈ ടാങ്കൊക്കെ ഭയങ്കര വിലക്കൂടിയ ടാങ്ക് ആട്ടോ. അപ്പോൾ എടുക്കുന്നവരൊക്കെ സൂക്ഷിക്കുക. ടാങ്ക് എവിടെയും കൊണ്ട് താഴെടുത്ത് വണ്ടി എവിടെയും കൊണ്ട് താഴിട്ട 45,000 രൂപയുടെ ടാങ്കായത്. ഈ ഒരു ടാങ്ക് മാത്രം ഇമ്പോർട്ടഡ് ടാങ്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു പ്രൈസ് ഉണ്ട് ഈ ടാങ്കിന്. മീറ്ററൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സെയിം മീറ്റർ, ട്രാക്ഷൻ കൺട്രോൾ, ABS, എഞ്ചിൻ കിൽ സ്വിച്ച്, ഓയിൽ, വാർണിംഗ് ലാമ്പും. ഇവിടെ നമുക്ക് ഇപ്പോൾ കിൽ സ്വിച്ച് അടിക്കണം. നമുക്ക് സെറ്റ് ബട്ടൺ, ഇവിടെ സെറ്റ് ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞെക്കിയാൽ മോട്ടോർ സൈക്കിൾ ഡേറ്റ പോയാൽ ABS, ട്രാക്ഷൻ കൺട്രോൾ, ക്വിക്ക് ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഓണും ഓഫ് ആക്കിയിടാം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സെയിം അതേ ആ 390 എഞ്ചിൻ തന്നെയാണ്. എക്സോസ്റ്റൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഒരു വ്യത്യാസം തോന്നും എക്സോസ്റ്റിൽ നിന്ന്. നമുക്ക് സെയിം ആ 390 എക്സോസ്റ്റ് ആയിട്ട് തോന്നില്ല. ബട്ട് ഒരു 200 പഴയ 200ൻ്റെ ആ ഒരു സൗണ്ടും പുതിയ ആ ഒരു വണ്ടിയുടെ സൗണ്ടും മിക്സ് ചെയ്തിട്ടുള്ളൊരു സൗണ്ടാണ് നമ്മുടെ അഡ്വഞ്ചർ 390. മതി. ഇതൊക്കെയാണ് ബാക്കി ഡീറ്റെയിൽസ്. ബാക്കി നിങ്ങൾക്ക് വാക്ക് അറൗണ്ട് വീഡിയോ പോയി കാണാം. നമുക്കിപ്പോൾ വേഗം വണ്ടി ഓടിക്കാമല്ലേ. അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു കുറച്ച് ഓഫ് റോഡുകൾ. നമുക്ക് നേരെ വണ്ടി ആദ്യം തന്നെ ഓഫ് റോഡ് തന്നെ അടിക്കാം. എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. റെഡി ടു റേസ്. പോളിസ് സാധനം മോനെ, സ്റ്റീല് ഒരു രക്ഷയില്ല. ട്രാക്ഷനൊക്കെ ഓണാണ്. ഇപ്പോൾ ABS ഓണാണ്. ബാക്കിലത്തെ ABS ഓണാണ്. നമുക്ക് മാക്സിമം ട്രാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല അപ്രൈറ്റ് റൈഡിങ് പൊസിഷനാണ്. നമുക്ക് നല്ല കൂളായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം ഈ വണ്ടി. ഓഫ് റോഡൊക്കെ ആണെങ്കിലും നല്ല പവർ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ലോ ആൻഡ് ടോർക്കിൻ്റെ ആ കാര്യം പറഞ്ഞത്
ഞാൻ തിരിച്ചെടുക്കാൻ വേണേ. പക്ഷേ ഇങ്ങനത്തെ ഓഫ് റോഡൊക്കെ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോയാലും കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത കുറച്ച് ഓഫ് റോഡുകൾ വരും. നമ്മൾ ഭയങ്കര ഓഫ് റോഡൊക്കെ ചെയ്യുവാണെങ്കിൽ, ഭയങ്കര രീതിയിലുള്ള ഓഫ് റോഡൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് ഇതിൽ വരും. കാര്യം വണ്ടി നിർത്തിയിട്ട് കുറച്ച് കൈ കൊടുത്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ വണ്ടി സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുക. ബാക്കി ഞാൻ ഇരുന്ന് ഓടിക്കാം. ഓ, ഫ്രണ്ട് ഷോക്കിൽ നിന്ന് എനിക്ക് കുറച്ച് ലൈക്ക് ട്രാവൽ തീർന്നു പോയിട്ട് ഒരു അടിപ്പ് ഇടയ്ക്ക് ഒന്ന് വന്നായിരുന്നു. ഭയങ്കര നിമ്പിളാട്ടോ ഇത്. ശരിക്കും ഓഫ് റോഡൊക്കെ പോകുകയാണെങ്കിൽ വെയിറ്റ് ഒന്നുമില്ല. ഹിമാലയനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ പൊള്ളി സാധനം പോലെ ഇതൊക്കെ വെറുതെ പഴം പോലെ നമുക്ക് ഓഫ് റോഡ് അടിക്കാം. പക്ഷേ ഹെവി ഓഫ് റോഡൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ശരിക്കും ഹെവി ഓഫ് റോഡൊക്കെ പോകാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും ഈ വണ്ടിയായിട്ട്. പക്ഷെ അല്ലാണ്ട് ഒരു ഫ്ലോ കിട്ടി തുടങ്ങിയാണല്ലോ, വണ്ടീനെ തോപ്പിക്കാൻ വേറെ ഒരു വണ്ടിക്കും പറ്റില്ല. എനിക്ക് വേറൊരു പേടി ഉള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ ആ ഒരു ഭാഗം കണ്ടോ, മീറ്ററൊക്കെ ഇരിക്കുന്ന ആ ഭാഗം, അത് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. നമുക്ക് ഓഫ് റോഡ് പോകുമ്പോഴും ക്വിക്ക് ഷിഫ്റ്റർ ഉപയോഗിക്കാം കേട്ടോ. ക്ലച്ചിലേക്ക് തപ്പണ്ട, നമുക്കപ്പോൾ ഹാൻഡിൽ ബാറിൽ നമ്മുടെ കൈ ഭയങ്കര സ്റ്റേണായിട്ട് അങ്ങ് ഇരുന്നോളും. നമുക്കിത് നല്ല സിമ്പിളായിട്ട്, ഭയങ്കര സിമ്പിളാട്ടോ വണ്ടി. ശരിക്കും ആ വെയിറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് ഓഫ് റോഡൊക്കെ ചെയ്യാൻ നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട് ഈ വണ്ടി. അപ്പോൾ ഞാൻ ട്രാക്ഷൻ കൺട്രോൾ പറഞ്ഞുതരാം ഇതിലുള്ളത്. നമ്മൾ എത്ര കൈ കൊടുത്താലും വണ്ടിയുടെ ത്രോട്ടിൽ കട്ട് ചെയ്ത് കളയും. നമ്മളിപ്പോൾ ട്രാക്ഷൻ ഓൺ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ടയർ ചുമ്മാ സ്പിന്നാവും. ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ത്രോട്ടിൽ എത്ര കൊടുത്താലും വണ്ടിയുടെ ബാക്ക് ടയർ സ്പിന്നാവില്ല. അപ്പോൾ അതിനുള്ള പവറേ നമ്മുടെ ബാക്ക് വീലിലേക്ക് വണ്ടി കൊടുക്കാൻ അനുവദിക്കുകയുള്ളൂ നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആകുമ്പോൾ. അത് നമ്മുടെ ശരിക്കും ഓഫ് റോഡ് കൂടാണ്ട് ഇങ്ങനത്തെ പൊടിയുള്ള സ്ഥലത്ത് കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ഉപകാരം കേട്ടോ അത്. നമുക്ക് പയ്യെ വണ്ടി റോട്ടിൽ ഓടിക്കാം അല്ലേ. ഇനി ഞാൻ ഈ കൈ ഉപയോഗിച്ചില്ല കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു. ദാറ്റ്സ് ക്വിക്ക് ഷിഫ്റ്റർ. പക്ഷേ ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ ഞാൻ ശരിക്കും ഫസ്റ്റ് ടൈം ഉപയോഗിക്കണം. ബട്ട് എനിക്ക് അത്രയും അടിപൊളിയായിട്ട് തോന്നിയില്ല. സ്റ്റിൽ നമുക്കൊരു ജേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ക്വിക്ക് ഷിഫ്റ്ററിൽ. ക്വിക്ക് ഷിഫ്റ്റർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഒരു 4000-5000 RPM കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സുഖം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് ക്വിക്ക് ഷിഫ്റ്ററിൽ നിന്ന് കിട്ടില്ല. ശരിക്കും ഹൈ റെവ്സിലാണ് ക്വിക്ക് ഷിഫ്റ്റർ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഫീല് തന്നെ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 8000-9000 RPM കണ്ടോ. എനിക്ക് ആ നല്ല ഹൈ റെവ്സിലാണ് എനിക്ക് കൂടുതലും ഈ ക്വിക്ക് ഷിഫ്റ്റർ ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നണം. നമുക്ക് ഒരു 4000-5000 RPM കഴിഞ്ഞാലും എനിക്ക് ശരിക്കും ഒരു 8000 RPM ആ സ്ഥലത്തൊക്കെയാണ് എനിക്ക് കൂടുതലും ക്വിക്ക് ഷിഫ്റ്റർ കുറച്ചും കൂടെ സ്മൂത്തറായിട്ട് തോന്നിയേക്കണത്. ഇപ്പോൾ നമുക്ക് നേരെ റൈഡിങ് പൊസിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. റൈഡിങ് പൊസിഷൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല അപ്രൈറ്റ്, നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ, നല്ല സുഖമുള്ള സീറ്റ്, ഒരു രക്ഷയില്ലാത്ത റൈഡിങ് പൊസിഷനും ഒരു രക്ഷയില്ലാത്ത കംഫർട്ടും. നമുക്ക് മിറേഴ്സൊക്കെ ആയാലും ചെറിയ മിറേഴ്സാണ്, ബട്ട് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള മിറേഴ്സാണ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മിറേഴ്സാണ്. എനിക്ക് വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. ശരിക്കും ഒരു 90-100 ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വിൻ ബ്ലാസ്റ്റ് അടിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിലത്തെ യൂണിറ്റ് കണ്ടോ, ഈ യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് കിടന്ന് ഇളകും കേട്ടോ. ഒരു ലോവർ RPM-ലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഈ സാധനം കിടന്ന് ഇങ്ങനെ ഒരു ഇളക്കമുണ്ട്. നമുക്കൊന്ന് 0 to 100 ചെക്ക് ചെയ്തേക്കാം അല്ലേ. ലോഞ്ച് കൺട്രോളും കൂടെ വേണം ഇത്. ക്വിക്ക് ഷിഫ്റ്റർ ഇവിടെയാണ് യൂസ്ഫുൾ ആണ്. ഞാൻ കൈ കണ്ടോ, ഞാൻ ശരിക്കും ഫുൾ ത്രോട്ടിൽ എപ്പോഴും ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമുക്ക് ക്വിക്ക് ഉപയോഗിക്കാൻ പറ്റുക. അത്ര ഒരു പ്രിസൈസായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ജേർക്കും ഇല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. ബട്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. എന്നാലും ചെറിയൊരു ജേർക്ക് നമുക്ക് വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ക്വിക്ക് ഷിഫ്റ്റർ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതായത് വണ്ടി 0 to 100 എന്നൊക്കെ പറയുന്നത് ഇതിങ്ങനെ കയറും. വണ്ടി വെറുതെ പഴം പോലെ കയറും. ഹൈവേ ക്രൂസിങ്ങിനൊക്കെ ആണെങ്കിൽ ആപ്റ്റായിട്ടുള്ളൊരു ബൈക്കാണ്. ഞാൻ വലിയൊരു വിൻ വൈസർ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. നമുക്ക് മേളിലേക്ക് കൊണ്ടുവരാം. 44 mm വരെ നമുക്കിത് ഹൈറ്റ് കൂട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നല്ല അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പൊക്കി വെച്ചാൽ കുറച്ചും കൂടെ വിൻ ബ്ലാസ്റ്റ് കുറയും. പക്ഷേ ഇത്തിരി കൂടെ വലുത് വെച്ചാൽ ഇത്രയും കൂടെ നമുക്ക് യൂസ്ഫുൾ ആവും. ബട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വൈസറാണ് ശരിക്കും. അവിടെ ഒരു വലിയ വൈസറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വൈസർ കിട്ടിയാൽ. അടുത്തത് നമുക്ക് ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയാം. എഞ്ചിൻ്റെ പവർ നമുക്ക് ലോവർ RPM-ൽ എഞ്ചിൻ്റെ പവർ കുറവ്, അതായത് 4000 RPM താഴത്തേക്കൊക്കെ ആണെങ്കിൽ
നമുക്ക് ചെറിയൊരു പമ്മൽ തോന്നും. പിന്നെ നമുക്ക് ഹയർ ഗിയേഴ്സിലൊന്നും എനിക്ക് തോന്നുന്നുള്ള അത്ര ലോ സ്പീഡിൽ പോകാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു ആ പവർ നമുക്ക് എഞ്ചിനിൽ നിന്ന് ആ പവർ, അതായത് ആ 43 bhp അല്ലെങ്കിൽ ആ ടോർക്കും ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു 4000-5000 RPM കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫുള്ള് വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്യണേ. അതിന് താഴെ വണ്ടി കുറച്ച് ഡള്ളാണ്. അതാണ് ഞാൻ ലോ എൻഡ് പെർഫോമൻസ് എനിക്ക് അത്ര അടിപൊളിയായിട്ടൊന്നുമില്ല. ടോപ്പ് എൻഡ് ആൻഡ് മിഡ് റേഞ്ച് പെർഫോമൻസ് ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ 120-130 ഒക്കെ ക്രൂസ് ചെയ്യാം കേട്ടോ. അതൊരു വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വണ്ടി ഒരു ബുദ്ധിമുട്ടും കാണിക്കില്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് നല്ല സിമ്പിളായിട്ട് ഇതൊക്കെ ക്രൂസ് ചെയ്ത് പോവാം. പിന്നെ അടുത്ത ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലാണ് എനിക്ക് വേറൊരു പേടി സ്വപ്നം ഈ വണ്ടിയുടെ. എന്താ സംഭവം എന്ന് പറയാം. അതേ കണ്ടോ നോസ് ഡൈവ് ചെയ്ത് കണ്ടോ. അത് നമുക്ക് ഒരു ആദ്യമായിട്ട് വണ്ടി എടുക്കുന്ന ഒരാൾ പെട്ടെന്ന് സ്പീഡ് കൊടുത്തിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഞാൻ പേടിച്ചു പോയി, അതുകൊണ്ടാണ് പറയണേ. നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും. ഭയങ്കര നോസ് ഡൈവ് ആട്ടോ വണ്ടിക്ക്. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ നല്ല ഹൈറ്റിൽ ഇരിക്കണതുകൊണ്ടും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ താഴത്തേക്ക് പോകണ പോലെ ഒരു ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു പേടി മനസ്സിൽ ആദ്യം തോന്നുള്ളൂ. പിന്നെ കൺട്രോൾ ആയാൽ പിന്നെ നമുക്ക് അറിയാം വണ്ടി എപ്പോൾ പിടിച്ചാൽ എവിടെ നിൽക്കുമെന്ന്. ഭയങ്കര അടിപൊളി ബ്രേക്കിംഗ് ആണ്. ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഉണ്ട്. നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് ABS ഉണ്ടെന്ന് അറിയാം. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെ എല്ലാ ഇലക്ട്രോണിക്സും കാര്യങ്ങളും ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ക്ലസ്റ്റർ മീറ്ററിനെ പറ്റി പറയേണ്ട നല്ല വിസിബിളാണ്. നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ വിസിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വൈബ്രേഷൻ ഉണ്ട്, വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേഷൻ നമുക്ക് ഏകദേശം ഫുഡ് പെക്സിൻ്റെ അവിടെ നിന്നും ഒരു ഹയർ RPM, ഏകദേശം ഒരു 7000-8000 RPM ഒക്കെ ആവണം. അപ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. ആ സമയത്താണ് നമുക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുക. അല്ലാതെ വൈബ്രേഷനൊന്നുമില്ല. നമുക്ക് സീറ്റിൻ്റെ അടിയിൽ നിന്നും സൈഡിൽ നിന്ന് ഫീൽ ചെയ്യും, ഫുഡ് പെക്സിൽ നിന്ന് ഫീൽ ചെയ്യും, ഹാൻഡിൽ ബാറിൻ്റെ സൈഡിൽ നിന്ന് ഫീൽ ചെയ്യും. പക്ഷേ അത് നല്ല ഹയർ RPMs ആട്ടോ ആ ഫീല്. ലോവർ RPMs ഒന്നും ഒരു വൈബ്രേഷൻ ഇല്ല, നല്ല സ്മൂത്താണ്. സെയിം ആ ഡ്യൂക്ക് 390 ഒക്കെ അതേ ഒരു ഫീല് നമുക്ക് അതേ ഒരു എൻജിൻ ഫീല് തന്നെയാണ് ഈ വണ്ടിയുടെ എൻജിനിൽ നിന്നും. ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ അടിപൊളിയാണ്. വണ്ടി ഒരു 4000-5000 RPMൻ്റെ മേളിലാണെങ്കിലോ ഡൗൺ ചെയ്താൽ ഇങ്ങനെ കയറിപ്പോകും. ഇതുണ്ടോ ഹയർ RPMസിൽ ക്വിക്ക് ഷിഫ്റ്റർ ഒരു രക്ഷയില്ല. നല്ല ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഭയങ്കര നിമ്പിളാട്ടോ വണ്ടി. ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. വണ്ടി വെറുതെ സിമ്പിളായിട്ടാണ്. വെയിറ്റ് ഒട്ടും തോന്നില്ല. എനിക്ക് ഓഫ് റോഡ് അടിച്ചിട്ട് എനിക്ക് ഇത്ര സന്തോഷം തോന്നിയ വേറെ ഇല്ല. വണ്ടിയുടെ വെയിറ്റ് ഒന്നും നമുക്ക് ഒട്ടും തോന്നില്ല. വണ്ടി നല്ല സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. ഓഫ് റോഡ് ആയാലും ഓൺ റോഡ് ആയാലും. കാലെത്താത്തവർക്ക് വലിയ ബുദ്ധിമുട്ട് ഞാൻ പറയില്ല. കാര്യം വണ്ടിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് കാലെത്താത്തവർക്ക് അയ്യോ വണ്ടി പറ്റുമോ ഇല്ലയോ എന്നൊന്നുമില്ല. ഒന്ന് എത്തിച്ച് പിടിച്ചാൽ നമുക്ക് വണ്ടി സിമ്പിളായിട്ട് കൊണ്ടു നടക്കാം. പിന്നെ ഹീറ്റിംഗ് ഒന്നും അങ്ങനെ അടിക്കാനുള്ള, എപ്പോഴും ഫാൻ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട് വണ്ടിയുടെ. അപ്പോൾ ആ ഒരു കൂളിംഗ് സംഭവം നടക്കുന്നുണ്ട് ഫുൾ ടൈം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല വണ്ടിയിൽ നിന്ന്. ഇവിടെ 12 volt ചാർജറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചാർജൊക്കെ ചെയ്യാനും 12 volt ചാർജറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഞാൻ നോസ് ഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഹിമാലയനൊക്കെ ഇരിക്കുവാണെങ്കിൽ നമ്മളൊരു കുഴിക്കകത്തായിരിക്കണം. ടാങ്ക് ഫ്രണ്ടിലുണ്ട്, അതിൻ്റെ ഒരു കുഴിയിലാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പിടിക്കുമ്പോൾ അത്ര ഫീൽ ചെയ്യും. ഇത് പരന്നൊരു ടാങ്കാണ്. മനസ്സിലായി, സീറ്റും ടാങ്കിൻ്റെ ലെവൽ ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് പേടിയാവും നോസ് ഡ്രൈവ് അടിക്കുമ്പോൾ. ആ ഒരു ആദ്യത്തെ പേടി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു രക്ഷയില്ലാത്ത കൺട്രോളാണ് വണ്ടിയിൽ. ഡൗൺ ഷിഫ്റ്റിങ്ങിലായാലും നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്യാം. അവിടെയും നമുക്ക് അത്യാവശ്യം യൂസ്ഫുള്ളാണ്. അത്യാവശ്യം കുറച്ച് RPM കയറി നിൽക്കുവാണെങ്കിൽ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനും നല്ല സ്മൂത്ത് ആയിരിക്കും വണ്ടി. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. സീറ്റൊക്കെ നല്ല കംഫർട്ടബിളാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇരുന്ന് ഓടിക്കാം. എനിക്ക് ഹാൻഡിൽ ബാർ റേസർ എന്തായാലും വെക്കണം. ഹാൻഡിൽ ബാർ കുറച്ച് താന്നാണ് ഇരിക്കണം. എൻ്റെ ഹൈറ്റ് 5'6" ആണല്ലോ. അപ്പോൾ എനിക്ക് തന്നെ കുറച്ച് താന്നായിട്ട്. അപ്പോൾ ഇത്തിരി ഹൈറ്റുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ഹാൻഡിൽ ബാർ റേസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു സുഖം കിട്ടുള്ളൂ വണ്ടി ഓടിക്കാൻ. ഇങ്ങനെ ഇന്ന് ഓടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഹാൻഡിൽ ബാർ റേസർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു കംപ്ലീറ്റ് ഫീലും നമുക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 3,85,000 ആണ്. ആ മണിക്ക് വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ, ഇഫ് യു ഹാവ് മണി ടു സ്പെൻഡ് ഓൺ ദിസ് ബൈക്ക്, അല്ലെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടെന്ന് അത്ര ഉറപ്പാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ നിന്ന് നമുക്കിത് സ്പെൻഡ് ചെയ്യാം. സിമ്പിളായിട്ട് സ്പെൻഡ് ചെയ്യാം നമുക്ക് ആ പൈസ. നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടും തോന്നില്ല, നമുക്ക് ഒരു വിഷമവും തോന്നില്ല ആ വണ്ടിയിൽ ഈ പൈസ നമ്മൾ സ്പെൻഡ് ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് അടിപൊളി വണ്ടിയാണ്. പ്രൈസ് റേഞ്ച് ഒരു 3.5 lakhs ആ ഒരു റേഞ്ച് ആയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഈ വണ്ടി എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. പൈസ ഇല്ലാത്തവർ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ഈ വണ്ടി എടുക്കണമെന്നേ പറയുള്ളൂ. ബട്ട് 385 ആണ്, ഏകദേശം 4 lakhs അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ട്രൈ. ഈ വണ്ടി എടുക്കാൻ ഓടിച്ച് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എന്തായാലും ഈ വണ്ടി എടുക്കുക. നല്ല കലക്കം വണ്ടിയാണ്. യെസ്, അപ്പോൾ ഞാൻ തിരിച്ച് ഷോറൂം എത്തി. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലാത്ത വണ്ടി എന്ന് വെച്ചാണല്ലോ. എല്ലാം ഓഫ് റോഡൊക്കെ വെറുതെ പുട്ടുപോലെ പഴം പോലെ എങ്ങനെയെന്ന് വെച്ചാൽ പപ്പടോ എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു അടിപൊളിയായിട്ട് ഓടിക്കാൻ വരുന്നുണ്ട്. അടിപൊളി വണ്ടി, ഒരു രക്ഷയില്ല. അപ്പോൾ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ 385 lakhs ആണ്, 3.85 lakhs.
അപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ടാകും, അവിടേക്ക് കോൺടാക്ട് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവും ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ യെസ്, അതായത് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലേക്ക് ഞെക്കി അടുത്ത വീഡിയോയിൽ ബെല്ലുകൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി ചാനൽ. ബൈ. Yeah, slipper clutch to the assist. പിള്ളേർക്കൊക്കെ ഒരു ആറ്റ് എടുക്കുമ്പോൾ എന്ത് രസമാണ്. ഞാൻ ക്വിക്ക് ഷിഫ്റ്റർ അടിക്കടിച്ച് പോകാട്ടോ, ഗിയർ തീർന്നു പോയി. ചെറിയ ഓഫ് റോഡ് കഴിഞ്ഞപ്പോൾ ഇതാണ് വണ്ടിയുടെ അവസ്ഥ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ഇവിടെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. ബ്ലാക്കിലത്തെ അലോയിൽ ബ്ലാക്ക് ആയിരുന്നു, അതിപ്പോൾ പൊടിയുടെ കളറായിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്, ഇത്ര നല്ല വണ്ടിയൊക്കെ തന്നാൽ നമ്മൾ ചെയ്യാണ്ടിരിക്കും ഇതൊക്കെ. പൊളി സാധനം. സ്റ്റീല് പക്കാ സ്റ്റീല്.